ICUവിൽ അഡ്മിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പരിക്ക് മന്ത്രിക്കുണ്ടോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ന് കണ്ണൂരിൽ വിവിധ ഉദ്ഘാടന പരിപാടികളുണ്ടായിരുന്നു മന്ത്രി വീണ ജോർജിന്. അവിടെയൊക്കെ തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. ഏറ്റവും ഒടുവിൽ 3:15 മന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിന് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആ സമയത്ത് ഈ പ്രതിഷേധം ഉണ്ടാകും എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രി വാഹനത്തിൽ നിന്നിറങ്ങി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് തൊട്ടുപുറത്തായി ടിക്കറ്റ് കൌണ്ടറിന് സമീപത്തേക്ക് എത്തിയ ആ സമയത്താണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന KSU പ്രവർത്തകർ, അതിൽ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലാണ് ഉണ്ടായിരുന്നത്. MC അതുലാണ് കരിങ്കൊടിയുമായി മന്ത്രിക്ക് അടുത്തേക്ക് എത്തിയത്. ആ സമയത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് അതുലിനെ പിടിച്ചു മാറ്റി. അപ്പോൾ മന്ത്രി പറഞ്ഞു എനിക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന്. മന്ത്രിയും MC അതുലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പക്ഷേ അവിടെ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. മന്ത്രിയെ പിടിച്ച് സമാശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഈ പോലീസുകാർ. ഒപ്പം MC അതുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അവിടെ നിന്നും മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. മന്ത്രി പിന്നീട് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തുന്നു. അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തിയ സമയത്ത് അവിടെ AM ഷംസീർ സ്പീക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ ഷംസീറുമായി സംസാരിക്കുന്നത്. അപ്പൊ ഷംസീർ മന്ത്രിയോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത്? അപ്പോൾ മന്ത്രി പറയുന്നു ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായെന്ന്, അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നത്. ആ സമയത്ത് മന്ത്രി പറയുന്നു എനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന്. അങ്ങനെ ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി, അതായത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാൻ പോയ മന്ത്രി അവിടെ നിന്നും തിരിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കഴുത്തിന് പരിക്കേറ്റു എന്നതാണ് മന്ത്രി പറയുന്നത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് ICUവിലേക്ക് മന്ത്രിയെ മാറ്റുകയും ചെയ്തു. പിന്നീട് മുഖ്യമന്ത്രി, കണ്ണൂർ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ICUവിലെത്തി ഈ മന്ത്രി വീണ ജോർജിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് മന്ത്രിയെ ആക്രമിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. പക്ഷെ മന്ത്രി പറയുന്നത് തന്നെ ആക്രമിച്ചു എന്നതാണ്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, കഴുത്തിന് വേദന